ഒരു തവണ കൂടി ഗൗതം അശ്വതിയെ മീറ്റ് ചെയ്തു. സൺഡേ നൈറ്റ് 11-ന് അവരുടെ റൈഡ് ഫിക്സ് ആക്കി. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. ഗൗതം അവളെ ക്ലബിൽ വെച്ച് പിക്ക് ചെയ്യുന്ന അറിയിച്ചുകൊണ്ട് അപ്പോൾ തന്നെ പോയി. പിന്നീട് അവൾ ആ ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ സൺഡേ ആയി. വെളുക്കും മുമ്പേ അവൾ റെഡിയായി. രാത്രി 11 മണിക്കായി കാത്തിരിക്കാൻ തുടങ്ങി. വൈകിട്ട് 6 മണിയിൽ ക്ലബിൽ പോയി ഇരിപ്പായി. സമയം പോകുന്നില്ലല്ലോ. എങ്ങോട്ടാണോ ഈ യാത്ര? എന്തായാലും എങ്ങോട്ടായാലും വിത്ത് ഹിം ഐ ആം റെഡി ടു ഗോ എനിവർ ഇൻ ദിസ് വേൾഡ്. ഒരു കണക്കിന് 11 മണിയായി. അല്ല, ആക്കി. അവൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീല്. പിന്നെ മണി 11:30 അവൻ എത്തിയിട്ടില്ല. വരുമായിരിക്കും. 12 ഇല്ല, വന്നിട്ടില്ല. 1 2 3 ഇല്ല, അവൻ വന്നില്ല. അവൾക്ക് ദേഷ്യം അടക്കാനായില്ല. അവൻ തനിക്കിട്ട് പണി തന്നാണെന്നൊക്കെ ആലോചിച്ചപ്പോൾ അവൾക്ക് പൊളിഞ്ഞു കയറി. തന്നെ വേഷം കെട്ടിച്ചിവിടെ ഇങ്ങനെ പെരുവഴിയിൽ നിർത്തിയിട്ട് ഇതുപോലെ കാണിച്ച മര്യാദയാണോ? അല്ല, താൻ തന്നെയാണ് വിഡ്ഢി. അവൻ്റെ വാക്കും കേട്ട് അർദ്ധരാത്രി ഒന്നും ഓർക്കാതെ ചെന്നത് അവനിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഫോൺ നമ്പർ പോലുമില്ല കയ്യിൽ. ഇതൊക്കെ ചിന്തിക്കുമ്പോഴും അവനെന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന ഭയം വേറെ. ആദ്യമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സങ്കടത്തിലും അധികം അടക്കാനാവാത്ത ദേഷ്യം കൊണ്ടായിരുന്നത്. തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ അവൾ വണ്ടി മാക്സിമം സ്പീഡിൽ പൊലിപ്പിച്ചു. റൂമിലെത്തി എല്ലാം വലിച്ചെറിഞ്ഞ് സങ്കടത്തോടെ കട്ടിലേക്ക് വീണു. തലയിണ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. ആദ്യമായി ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ അവൾക്ക് ഉണ്ടാവുന്നത് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞു തളർന്ന് എപ്പോഴോ കിടന്നുറങ്ങി. പിറ്റേന്ന് വൈകുന്നേരമാണ് അവൾ എണീറ്റത്. തല അനക്കാൻ പറ്റാത്ത വേദന. പക്ഷെ അവനോടുള്ള ദേഷ്യം. തന്നെ എന്തിനു പൊട്ടം കളിപ്പിച്ചെന്ന് ചോദിച്ചറിയാനായി അവൾ എണീറ്റു. അവനെ വിളിക്കാനുള്ള നമ്പരൊന്നും കയ്യിലില്ല. ശ്യാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ റോയൽ റേഡിയസിൽ അജുവിൻ്റെ നമ്പരുണ്ട്. അവനെ വിളിച്ചു. ഗൗതമിനെ പറ്റി ചോദിച്ചപ്പോൾ പിന്നീട് കണ്ടില്ലെന്നായിരുന്നു മറുപടി. നമ്പർ വാങ്ങിയവൾ വിളിച്ചു. കോൾ പോകുന്നുണ്ട്, എടുക്കുന്നില്ല. വീണ്ടും വിളിച്ചു, കട്ട് ചെയ്തു. ദേഷ്യം കയറി വീണ്ടും ട്രേസ് ചെയ്തു. ഇത്തവണ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾക്ക് ദേഷ്യം അടക്കാനായില്ല. വണ്ടിയെടുത്ത് പാഞ്ഞു. അവൻ പോകുന്നിടത്തെല്ലാം പോയി അന്വേഷിച്ചു. അവൻ്റെ ഒരു വിവരവുമില്ല. ഒടുവിൽ സഹികെട്ട്. ഇല്ല, ഇനി ഓർക്കില്ല. മതി, ഞാൻ എന്തിനൊരുത്തിനു വേണ്ടി ഇത്രയും അലയണം? ഐ ഹേറ്റ് യു ഗൗതം, ബട്ട് ഐ മിസ് യു. 10-12 ദിവസം കഴിഞ്ഞ് അവൾ പഴയ പോലെ ആയി തുടങ്ങി. ബൈക്ക് സ്റ്റണ്ടിന് പോയി ദേഷ്യമൊക്കെ അവിടെ തീർക്കുന്നുണ്ട്. അവനെ വിളിക്കാൻ തോന്നിയാലും വിളിക്കില്ല. അവൻ്റെ വിവരമില്ലായിട്ട് ഇന്ന് 16-ാമത്തെ ദിവസം. പതിപോലെ സ്റ്റണ്ടിങ് ക്ലബിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുന്നിൽ ബുള്ളറ്റും ചാരി തന്നെ നോക്കി ചിരിക്കുന്ന ഗൗതം. അവൾ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി ഓടിച്ചെന്നവൻ്റെ മൂക്കിനിട്ടൊരു ഇടി കൊടുത്തു. ഉഫ് എന്ന് പറഞ്ഞ തിരിഞ്ഞതും കലിപ്പടങ്ങാതെ ഒരെണ്ണം കൂടി കൊടുത്തു. ഐ ഹേറ്റ് യു, അവൾ അലറി. യു സ്കൗണ്ടറൽ, യു ചീറ്റർ കോക്ക്. എന്നെ വിളിച്ചു വരുത്തി പെരുവഴി നിർത്തിയ ചതിരാ നീ തന്നെയല്ലേ എന്നെ റൈഡിന് വിളിച്ച്? നിന്നെ വിശ്വസിച്ചല്ലേ ഒന്നും നോക്കാൻ ഞാൻ വരാൻ തയ്യാറായത്? ഞാൻ പൊട്ടി. എന്നിട്ട് പട്ടിയെപ്പോലെ നിന്നെ തെരഞ്ഞ് ഞാൻ അലഞ്ഞു. 100 കോൾ ചെയ്തു. എന്തിനായിരുന്നു എന്നെ പൊട്ടിയാക്കിയെന്ന് പറയടാ എന്ന് പറഞ്ഞു ഇടിക്കാനായി ചെന്നു. കൈ പിടിച്ച് വലിച്ചടുപ്പിച്ച് കെട്ടിപ്പിടിച്ച് ചുണ്ട് കടിച്ചു പറിച്ചൊരു കിസ് കൊടുത്തവൻ. പെൺപുലി പൂച്ച കുഞ്ഞിനെ പോലെ അവൻ്റെ കൈപ്പിടിയിൽ അനങ്ങാതെ നിന്നു. അവൻ അവളിൽ നിന്ന് ചുണ്ടുകൾ വേർപ്പെടുത്തി. അവൻ്റെ കൈക്കുള്ളിൽ അവൾ കണ്ണടച്ച് നിൽക്കുന്ന കണ്ട് അവന് ചിരി വന്നു. ഐ ഹേറ്റ് യു. അതേ നിൽപ്പിൽ തന്നെ അവൾ വീണ്ടും പറഞ്ഞു. അവളെ മുറുകെ കെട്ടിപ്പിടിച്ച് അവൻ ചെവിയിൽ പറഞ്ഞു. ഐ ആം സോറി, ഐ ഡോണ്ട് മീൻ ടു ഹേർട്ട് യു. അവൾ അവനെ തള്ളി മാറ്റി. എന്നോട് ഇനി സംസാരിക്കണ്ട, ഐ ആം ലീവിങ്, ബൈ. എങ്ങോട്ട് പോവാൻ? വന്ന് വണ്ടി കയറി. നമുക്കന്ന് പോകാൻ പറ്റുന്ന റെയിലിന് ഇപ്പൊ പോകണം. നോ, ഐ വോണ്ട് കം വിത്ത് യു. നീ വരും. ഇല്ലെങ്കിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഗൗതത്തിനറിയാം. വാശി പിടിക്കണ്ട. അവനോട് വാശി പിടിക്കാൻ അവൾക്കായില്ല. അവൻ്റെ ഒപ്പം ബുള്ളറ്റിൽ കയറി. വണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. നിലാവുദിച്ചു. ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് അവരൊടുവിൽ ഒരു കാടിനുള്ളിലെത്തി. അതിനകത്തുള്ള പുൽമേട്ടിൽ വലിയൊരു മരത്തിന് ചാര വണ്ടി നിന്നു. മുകളിൽ വലിയൊരു ഏറുമാടം. ഒരു വശത്ത് തെളിനീരൊഴുകുന്ന കാട്ടരുവി. മുകളിൽ പൂർണ്ണ ചന്ദ്രൻ. വർണ്ണിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം. വാ, അവൻ വിളിച്ചു. എന്താ ഇവിടെ? വരാൻ പറഞ്ഞാൽ വരണം. അവൻ കണ്ണുരുട്ടി. അവർ രണ്ടാളും അതിൻ്റെ മുകളിൽ കയറി. ആകെ ഇരുട്ടു. അതിനുള്ളിൽ അവളെ വാതിനരികിൽ നിർത്തിയ ശേഷം അവൻ അകത്തേക്ക് പോയി. പിന്നെ അതിനുള്ളിൽ നിറയെ കത്തിച്ച ദീപങ്ങളുടെ പ്രകാശം പരക്കാൻ തുടങ്ങി. അവൾ അകത്തേക്ക് ചെന്നു. ഗൗതം കയ്യിലൊരു കേക്കുമായി അവൾക്കരികിലേക്ക് വന്നു. ബൈക്ക് സ്റ്റണ്ടിൽ നിന്നൊരു പെൺകുട്ടിയുടെ രൂപം മുകളിൽ വെച്ച കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അശ്വതിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പോലും മറന്നിരുന്നു. അവൾ ജനിച്ച ദിവസമാണ് അവളുടെ അമ്മ മരിച്ചത്. അതുകൊണ്ട് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല, ഓർക്കാറുമില്ല. അമ്മയില്ലാ വളർന്നുകൊണ്ടാണ് അവൾ ആൺപിള്ളേരെ പോലെ കുരുത്തക്കേടായതെന്ന് മുത്തശ്ശി വഴക്ക് പറയും. അച്ഛൻ പിന്നെ തൻ്റെ സെറ്റാ. ഹലോ, എന്താലോചിച്ച് നിൽക്കുക? വേഗം കേക്ക് മുറിക്കുക എന്ന് ഗൗതം പറഞ്ഞപ്പോഴാണ് ബോധം വന്നത്. മുറിക്കാം, പക്ഷെ എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിഞ്ഞു? ഇതുവരെ എവിടെ പോയതാ? വൈ യു ഫോൾഡ് മീ ദാറ്റ്? കേക്ക് മുറിക്കടിയാതെ, എന്നിട്ട് മതി ചോദ്യം ചെയ്യൽ. അവൾ കേക്ക് മുറിച്ച് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അവൻ തിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ അച്ചു.
ഇനി പറ, നിനക്ക് എന്തൊക്കെ അറിയണം? അന്ന് റെയ്ഡ് പോകാൻ നിന്നോട് പറഞ്ഞിട്ട് ഞാൻ എവിടെയായിരുന്നു എന്നല്ലേ? അവൾ അതേ എന്ന ഭാവത്തിൽ അവനെ നോക്കി. അവൻ പറഞ്ഞു തുടങ്ങി. അന്ന് നിന്റെ സ്റ്റണ്ട് പെർഫോമൻസ് കണ്ടപ്പോൾ മുതൽ ഞാൻ ശരിക്കും ഞെട്ടിയെന്ന് മാത്രമല്ല, നിന്നെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടായി. നിന്നേക്കാൾ എക്സൈറ്റ്മെൻറ്റ് നീ ട്രിപ്പിന് വന്നപ്പോൾ എനിക്കായിരുന്നു. ശ്യാം കൂടെ വരാത്ത ആദ്യത്തെ ട്രിപ്പായിരുന്നു ഹിമാലയ റൈഡ്. ശ്യാമിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തനിച്ചാക്കി പോയതിൽ എനിക്ക് കുറ്റബോധം ഉണ്ടായി. ഞാനിടയ്ക്ക് സിഗ്നൽ കിട്ടുമ്പോഴൊക്കെ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൺ ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. ടെൻഷനായി. തിരിച്ചു പോയാലെന്ന് വരെ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് എനിക്ക് നിങ്ങൾക്കൊപ്പം, പ്രത്യേകിച്ച് നിനക്കൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതാ ഞാൻ നിന്നോട് റൈഡ് പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ ആ സൺഡേ എനിക്ക് ശ്യാമിൻ്റെ കോൾ വന്നു. അലീനയുടെ അച്ഛൻ അവനെ വകവരുത്താൻ നോക്കിയിട്ട് അവളെ ബലമായി പിടിച്ചുകൊണ്ടോ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞ റൈഡ് പോലും മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടി. പിന്നെ അത് ഓർത്തപ്പോൾ നിന്നെ വിളിച്ചറിയിക്കാൻ നമ്പരുണ്ടായില്ല. ശ്യാമിന് അലീനയെ തിരിച്ചു കൊടുക്കുമെന്ന് ഞാൻ അവന് ഉറപ്പെടുത്തു. അവളുടെ അച്ഛൻ്റെ അടുക്കൽ നിന്ന് ഞാൻ അവളെ രക്ഷിച്ച് ശ്യാമിന് കൈപിടിച്ചു കൊടുത്തു. അവരിപ്പോൾ കൊച്ചിയിൽ സേഫാണ്. എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിന്നോട് ഇതൊക്കെ പറയുന്നത് നല്ലതെന്ന് തോന്നി. നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോഴാ അജു നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഫേസ്ബുക്കിൽ കണ്ടെന്ന് പറഞ്ഞത്. ചെറിയൊരു സർപ്രൈസ് ഒപ്പിക്കണ്ടേ? പക്ഷേ നീ ഇന്ന് നന്നായിട്ട് ഹോറിബിൾ എന്ന് പറഞ്ഞവൻ മൂക്കടവി. യു ഡിസേർവ് ദാറ്റ്, ബട്ട് ഐ വാണ്ട് ടു നോ വൺ മോർ തിങ്. എന്തിനാ നീ എന്നെ കയറി കിസ് അടിച്ചത്? അത് നിന്റെ ദേഷ്യം അടക്കാൻ വേണ്ടി ചെയ്തല്ലേ എന്ന് പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചു. അതുകൊണ്ടാണോ? പിന്നെ നീ എന്താ കരുതിയത്? ഏയ്, ഞാനൊന്നും കരുതിയില്ല. ഒന്നും കരുതിയില്ലേ എന്ന് പറഞ്ഞവൻ അവൾക്കടുത്തേക്ക് ചെന്നു. നീ എന്നെ മിസ് ചെയ്തോ? ഒലക്ക എന്നെ പൊട്ടം കളിപ്പിച്ച് പോയിട്ട് ഐ ഹേറ്റ് യു ഫോർ ദാറ്റ്. ഓഹോ, എന്നിട്ട് ഞാനൊരു ഉമ്മ വെച്ചപ്പോൾ ഒന്ന് പ്രതീക്ഷിച്ച പോലും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, അതിങ്ങ് തിരിച്ചു തന്നേക്ക്. തരാൻ എനിക്ക് മനസ്സില്ല. എന്നാൽ ഞാനതങ്ങ് വാങ്ങിക്കും. പിന്നെ എന്നെ നീ ഒരു ബാലങ്കേ നായർ ആക്കരുത്. അതാരാ? നിന്റെ അപ്പൂപ്പൻ. ഇവിടെ ഓടി എന്ന് പറഞ്ഞവൻ അവൾ അവനിലേക്ക് അടുപ്പിച്ചു. യു നോ, ഐ നെവർ ഫീൽ എനി ക്രഷ് ഓൺ എ ഗേൾ അൺടിൽ ഐ മെറ്റ് യു. എനിക്ക് ഭയങ്കരമാണെന്ന് അറിയില്ല. ഐ റിയലി വിഷ് യു ടു ബി വിത്ത് മീ ഓൺ ആൾ മൈ റൈഡ്സ് ഹിയർ ആഫ്റ്റർ. അവൻ പറഞ്ഞു. എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല. ബട്ട് വൺ തിങ്, ഐ ആം സോ ക്രേസി അബൌട്ട് യു എന്നവൾ മറുപടിയും കൊടുത്തു. എന്നാൽ എനിക്കൊരു കിസ്. അയ്യടാ, അതിപ്പോഴല്ല. പിന്നെ എനിക്കൊരു സർപ്രൈസ് ആണെന്നല്ലേ, തിരിച്ചൊരെണ്ണം ഞാനും തരാം. അപ്പം എങ്ങനെയാ, നമുക്ക് പോയാലോ? പോണോ? നമുക്ക് ഇവിടെ തന്നെ കൂടാന്നേ. ഈ കാട്ടിൽ കിട്ടുന്ന ഫീല് വേറെ എവിടെ കിട്ടും? എന്നാൽ മോൻ കാട്ടി കിടന്നു കേട്ടോ. ആ വണ്ടി എന്നേക്ക്, ഞാൻ പോട്ടെ. ഞാൻ തമാശ പറഞ്ഞല്ലേടി, വാ പോവാം. നല്ല കുളിർക്കാറ്റും കൊണ്ട് അവരവിടുന്ന് തിരിച്ചു. പിന്നെ ഇടയ്ക്കിടെ ഗൗതം അവളെ കാണാൻ ചെന്നു. ബൈക്ക് സ്റ്റണ്ടിങ്ങിൽ അവൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്തു. ഇടയ്ക്ക് ഓരോ ചെറിയ കറക്കങ്ങൾ. അങ്ങനെ മാസങ്ങൾ പോയി. ആ ഡിസംബറിൽ അവിടെ അച്ഛൻ ലീവിന് ബാംഗ്ലൂർ വന്നു. അവൾക്കപ്പോൾ അവനുമായി അധികം കൂടിക്കാഴ്ചകൾക്ക് സമയം കിട്ടിയില്ല. അവനൊരു റേസിംഗ് കോമ്പറ്റീഷൻ്റെ പ്രിപ്പറേഷനിലാണ്. നാട്ടിൽ മുത്തശ്ശിയുടെ അടുത്ത് പോകണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ എതിർത്തവുമില്ല. ഗൗതമിനെ വിളിച്ച് നാട്ടിൽ പോവുകയാണെന്ന് അറിയിച്ചു. നീ എന്തൊക്കെ പറഞ്ഞു ശരി, ഞാൻ സമ്മതിക്കില്ല. ഈ കോമ്പറ്റീഷൻ ടൈമിൽ നീ ഇവിടെ ഉണ്ടാവണം. അവൻ കലിപ്പിലാണ്. ഗൗതം പ്ലീസ്, അച്ഛൻ അടുത്ത മാസം പോകും. ഞങ്ങൾ പോയി മുത്തശ്ശിയെ കണ്ടിട്ട് വരാം. പോവേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, നീ പോയിക്കോ. പക്ഷെ അത് ഈ റേസിന് ശേഷം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇത്രയ്ക്ക് സെൽഫിഷ് ആവരുത്. അതേടി, സെൽഫിഷ് ആണെന്ന് കൂട്ടിക്കോ. ഞാൻ ജയിക്കുമ്പോൾ നീ എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സെൽഫിഷ് ആണെങ്കിൽ യെസ് ഐ ആം. ഗൗതം പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? ജസ്റ്റ് എ വീക്ക്, ഐ വിൽ ബി ബാക്ക് സൂൺ. പ്ലീസ് വാശി പിടിക്കല്ലേ. ആ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. താൻ ചൂടാവലിടും. വന്നിട്ട് നമുക്കൊരു ലോങ് ട്രിപ്പ് പോവാം പ്ലീസ്. ഓക്കെ ബൈ. അവൻ കട്ടാക്കി. അവൾ തിരിച്ചു വിളിച്ചു. കട്ടക്കലിപ്പിലാണ് ആശ. വിളിച്ചപ്പോഴൊക്കെ കട്ടാക്കി. എന്നാലും ഇങ്ങനെയും വാശിയുണ്ടാവുമോ? മുമ്പൊന്നും ഇതുപോലെ പിണങ്ങിയിട്ടുമില്ല. ആ, ഞാൻ പോയി വരട്ടെ. എന്നിട്ട് വേണം അവൻ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ലൈഫ് ടൈം റൈഡ് തന്നെ പോകണമെന്നിട്ട്. അവൾ അച്ഛനൊപ്പം നാട്ടിലേക്ക് തിരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വിളിച്ചു. നീ വരുമോ? ഇല്ല ഗൗതം, ഞാൻ പോയി വന്നിട്ട് നിനക്ക് കോള് കട്ടായി. അവൾക്ക് ദേഷ്യം വന്നു. ഞാൻ വന്നിട്ട് നിനക്ക് തരടാ എന്നവൾ മനസ്സിൽ പറഞ്ഞു നാട്ടിലേക്ക് പോയി. ഗൗതമിന് എന്തൊക്കെയോ വിഷമമുള്ളിൽ തങ്ങി നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. അവൾ അവനൊരു പോസിറ്റീവ് എനർജിയാണ്. അവൾ കൂടെ വേണമെന്ന് വാശി പിടിച്ച അതുകൊണ്ടാണ്. മനസ്സ് ശാന്തമാവുന്നില്ല. എല്ലാത്തിനോടും ദേഷ്യം, വാശി. അവളോട് അത്രയും വാശി കാണിച്ചതിൽ വിഷമം തോന്നി. പക്ഷേ താഴ്ന്നു കൊടുക്കാനും വയ്യ. ഒരട്ടെ, പോയിട്ട് ശരിയായി കൊടുക്കണം. അവനത് മനസ്സിൽ വിചാരിച്ച്. അവൾ നാട്ടിലെത്തി. കോലം കണ്ടപ്പോൾ മുത്തശ്ശിയുടെ ശകാരം കണക്കിന് കിട്ടി. നാട്ടിലെത്തിയെങ്കിലും മനസ്സ് ഇപ്പോഴും അവിടെയാണ്. വിളിച്ചിട്ട് അവൻ എടുക്കാതായപ്പോൾ വാട്സാപ്പ് ചെയ്തു. കാണുന്നുണ്ട് കലിപ്പ്, ഒന്നും മിണ്ടാൻ പാടില്ലേ. എന്തൊരു വാശിയാ. രാത്രി വീണ്ടും അവൾ മെസ്സേജ് അയച്ചു. ഐ എം ഡാമിൻ ഷുവർ ദാറ്റ് യു വിൽ ബി ദി വിന്നർ. വിഷ് യു ഓൾ മൈ ലവ്. ഐ എം സോറി ദാറ്റ് ഐ കാൺട്ട് ബി ദർ ബട്ട് മൈ മൈൻഡ് ഈസ് ഓൺ ദാറ്റ് ഫീൽഡ് വിത്ത് യു. ലവ് യു. ഗൗതം തയ്യാറായി പോവാൻ. കണ്ണടച്ച് കൈയടിച്ച് ചിരിക്കുന്ന അച്ചുവിനെ മനസ്സിൽ കണ്ടു.
ഒരു ചെറിയ ചിരി അവൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. അച്ചു ആകെ ടെൻഷനിലിരിക്കുമ്പോൾ ഒരു കോള്. ഗൗതം. റിങ് ചെയ്യാൻ അനുവദിക്കാതെ അവൾ ഫോൺ എടുത്തു. ഗൗതം, സോറി സോറി സോറി, ഇനി പിണങ്ങല്ലേ പ്ലീസ്. നമ്മൾ ജയിക്കും, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. യു വിൽ ബി ദി വിന്നർ. അവൾ ശ്വാസം വിടാതെ പറയുകയാണ്. അവൻ മിണ്ടുന്നില്ല. ഗൗതം എന്തെങ്കിലും ഒന്ന് പറയും പ്ലീസ്. എത്ര ദിവസമായി ഒച്ച കേട്ടിട്ട്. പിണങ്ങല്ലേ. ഐ ലവ് യു അച്ചു ഇന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. അവൾക്ക് സങ്കടവും സന്തോഷവും ഒന്നിച്ചു വന്നു. അവനും വലിയൊരു ആശ്വാസം തോന്നി. നഷ്ടപ്പെട്ട ധൈര്യം തിരിച്ചു കിട്ടിയ പോലെ അവൻ ഫീൽഡിലേക്ക് ചെന്നു. ഒരുപാട് സമയമായി അവൾ ഗൗതമിൻ്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് വിളിക്കാത്താണോ ഇനി? ഏയ്, അങ്ങനെ ചെയ്യില്ല. ഇനി ജയിച്ച് കാണില്ലേ? അതാവും, ഫേസ്ബുക്ക് നോക്കാം, എന്തെങ്കിലും അപ്ഡേറ്റ് കാണും. അത് തുറന്ന് വാള് നോക്കിയതും അവൾ ഞെട്ടിപ്പോയി. കണ്ണിലാകെ ഇരുട്ട് കയറുന്ന പോലെ. ബോധം വന്നപ്പോൾ അച്ഛൻ അടുത്തുണ്ട്. നമുക്കിപ്പോൾ പോകണം. എനിക്കെൻ്റെ ഗൗതമിനെ കാണണം. എനിക്ക് പോകണം. എന്നെ കൊണ്ടുപോച്ച പ്ലീസ്. അവളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല അയാൾക്ക്. തിരികെ പോവാൻ ടിക്കറ്റ് എടുത്തു. അവൾ ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫീൽഡിൽ വണ്ടി നിയന്ത്രിക്കാൻ പറ്റാതെ മറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് ഗൗതം വീണത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു. അവൻ്റെ അച്ഛനും അമ്മയും ഓടിയെത്തി. കോടീശ്വരനായ അച്ഛൻ ഏക സന്താനത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്ത് വില കൊടുക്കാനും തയ്യാറായിരുന്നു. സർവ്വസന്നാഹങ്ങളോടും കൂടി അവരവൻ അവിടുന്ന് കൊണ്ടുപോയി. അച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഗൗതമിനെ അവിടുന്ന് കൊണ്ടുപോയിരുന്നു. അവൾ പ്രാന്തിയെപ്പോലെ കിടന്നലറി. കുറെ നേരത്തെ ബഹളത്തിന് ശേഷം ശാന്തമായി. അവൾ അവൻ എവിടേക്ക് കൊണ്ടുപോയെന്ന് പലരോടും തിരക്കി. ആർക്കും അതറിയില്ലായിരുന്നു. ഓരോ ദിവസം പിന്നിടുന്തോറും അവളുടെ മനസ്സിൻ്റെ താളം തെറ്റാൻ തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആരോടും മിണ്ടാതെ, ഒന്നിനോടും താല്പര്യമില്ലാതെയുള്ള അവളുടെ അവസ്ഥ അവളുടെ അച്ഛന് താങ്ങാവുന്നതിൽ അപ്പുറമായി. ഒരുപക്ഷെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കുമെന്ന് കരുതി ഗൗതം ജീവനോടില്ലെന്ന് അയാൾ അവളോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കിത് സഹിക്കുന്നില്ല. അച്ഛൻ ഗൗതമിനെ കുറിച്ച് അന്വേഷിച്ചു മോളെ. അവളുടെ മുഖത്തെ നിർവികാരത മാറി. പ്രതീക്ഷയുടെ ഒരു തിളക്കം കണ്ണിൽ തിളങ്ങി. എൻ്റെ മോൾ ഇതിനോട് പൊരുത്തപ്പെടണം. ഗൗതം എല്ലാവരെയും വിട്ടു പോയി മോളെ. ആ കള്ളം പക്ഷേ അവളുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കി. അവളൊന്ന് പൊട്ടിക്കരട്ടെ, മനസ്സിൽ കുറച്ച് ധൈര്യം വരട്ടെ എന്ന് കരുതി പറഞ്ഞെങ്കിലും അവൾക്ക് അറിഞ്ഞില്ല. വണ്ടിയുടെ കീ കയ്യിലെടുത്തു. അയാൾക്ക് ഭയമായി. മോളിത് എങ്ങോട്ടാ? ഗൗതമിൻ്റെ അടുത്തേക്ക്. എല്ലാ ട്രിപ്പും ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് പോയില്ല. ഞാൻ ചെന്നിട്ട് ശരിയായി കൊടുക്കാം. അയാൾക്ക് തടയാൻ കഴിയും മുമ്പേ അവൾ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞിരുന്നു. അയാളും പുറകെ കാറെടുത്ത് ഇറങ്ങി. അവൾ വണ്ടി ഫുൾ സ്പീഡിൽ റേസ് ചെയ്ത് പോയി ഡിവൈഡിൽ ഇടിച്ച് മറിഞ്ഞു. അവൾ ആരൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കയ്യൊരെണ്ണം ഒടിഞ്ഞതൊഴികെ വേറെ വലിയ പരിക്കുകളുണ്ടായില്ല. അവൾ മെൻ്റലി വീക്കാണെന്ന് അച്ഛന് മനസ്സിലായി. ഇനി ഇതുപോലെ ഉണ്ടാകുമെന്ന ഭയം കാരണം അയാൾ അവളൊരു മെൻ്റൽ അസൈലത്തിൽ കൊണ്ടുപോയി. യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്ത് 2 വർഷത്തോളം എടുത്തു അവൾ മാറി വരാൻ. അവിടെ വെച്ചാണ് ഞാൻ അവൾ ആദ്യം കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാനെന്ന് പറഞ്ഞാൽ വിഷ്ണു. മറന്നുപോയോ നിങ്ങളെന്നെ? ഇനി ഞങ്ങളുടെ കഥയാട്ടോ. അച്ചു, എന്താടാ? നമുക്കൊരിടം വരെ പോയാലോ? എവിടേക്കാ വിശു? ബാംഗ്ലൂർ വരെ. അവൾ പെട്ടെന്ന് ശോകമായതുപോലെ. നീ എന്തിനാ ബാംഗ്ലൂർ പോണത്? ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ്. ഞാൻ വരണ്ടല്ലോ, നീ പോയി ആവശ്യം. അത് പറഞ്ഞാൽ പറ്റില്ല. നമുക്കൊരു ട്രിപ്പ് പോകുന്നല്ലോ, പോയി വരാം. നിനക്ക് പേടിയുണ്ടോ? എന്നാ വേണ്ട. അയ്യേ, പേടിയോ? എനിക്ക് അത് നിന്നെ എന്ന് പറഞ്ഞാൽ ചിരിച്ചു. അതെ, പേടി. എന്തിന്? നിനക്കെന്നോട് പ്രേമം തോന്നിയാലോ എന്ന പേടി. പോടാ പട്ടി, എനിക്കത് തോന്നില്ല ആരോടും. ഓൻ ആ വെള്ളം വാങ്ങി വെച്ചേക്ക്. അവനൊരു പൊട്ടഞ്ചിരി ഇരിച്ചു. അപ്പോൾ താൻ വരില്ലേ? ഞാൻ കള്ളദേഷ്യം നടിച്ചു. വരാടാ തിണ്ടി. വരുന്നില്ലെന്ന് പറഞ്ഞാൽ നീ അഭിനയിച്ച് കൊളാക്കി കഥയിറക്കി എന്നെ കൊണ്ടുപോകുന്ന എനിക്കറിയാം. അങ്ങനെ വഴിക്ക് വാടി. വിഷ്ണു ബാംഗ്ലൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗൗതമിനെ ഓർത്തുപോയി. ഇപ്പോഴും വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ ഗൗതം. അവനെ കേരളത്തിലേക്കാണ് കൊണ്ടുപോയതെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അവർക്കാർക്കും മറ്റൊന്നും അറിയില്ല. അന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ദുബായിക്ക് പോകുമ്പോൾ ഗൗതം എവിടെയായാലും കണ്ടെത്തണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ. അച്ഛൻ തിരികെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. മുത്തശ്ശൻ മരിച്ചതും നാട്ടിലേക്ക് വരാൻ വാശി പിടിച്ച് ഞാൻ തന്നെയായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒരുപാട് അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എവിടെയോ അവനുണ്ട്. ആ ഹൃദയമിടിപ്പ് കേൾക്കാൻ തനിക്ക്. വിഷ്ണുവായിട്ട് ഉടക്കി തുടങ്ങിയതാണെങ്കിലും ഗൗതമിനെ പോലെ നല്ല ഫ്രണ്ടാണ് അവനിപ്പോൾ. ഇഷ്ടമാണ്, പക്ഷെ പ്രേമമൊന്നുമല്ല. അതവനോട് പറഞ്ഞെങ്കിലും ഗൗതമിനെ പറ്റി ഒന്നും തൻ്റെ പാസ്റ്റ് ഒന്നും തന്നെ അവനോട് പറഞ്ഞിട്ടില്ല. എല്ലാം പറയണം ഈ യാത്രയിൽ. അവന് തന്നെ സഹായിക്കാനാവും. വെള്ളിയാഴ്ച ഞങ്ങൾ യാത്ര തുടങ്ങി. ഞാനാണ് അവളോട് ബുള്ളറ്റിൽ പോകാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ മാറി മാറി വണ്ടി ഓടിച്ചു. അവൾ ഒരുപാട് ചിന്തകളിലാണ്. എല്ലാത്തിനുമുള്ളൊരു അവസാനമാണ് ഈ യാത്ര. അവൾക്ക് ചിലപ്പോൾ ഒരു ഷോക്കായേക്കാം. നീ എന്തായാലും ഒന്നും ഇണ്ടാത്ത യാത്ര ബോറടിക്കുന്നുണ്ടോ? ഏയ് ഇല്ല ഗൗതം. ഞാൻ വണ്ടി പെട്ടെന്ന് ചവിട്ടി. അതാരടി ഗൗതം? അപ്പോഴാണ് അവൾക്ക് വെളി വന്ന്. അയ്യോ സോറി വിഷ്ണു. സത്യം പറടി പട്ടി, ആരടി അവൻ? എൻ്റെ കെട്ടിയോൻ. എന്താ? ആഹാ,
അമ്പടി. അപ്പൊ ഞാനോ? നീയോ? നീ ആരാ? ഓർഡർക്കാം. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. നീ ഞൊട്ടും. ഛേ, ഞാനെന്തിനപ്പം ഇവന് ഗൗതം എന്ന് വിളിച്ച്? ഇതുപോലെ ലോങ് റൈഡ് ഞാൻ അവൻ്റെ ഒപ്പമേ പോയിട്ടുള്ളൂ. അവൻ അവസാനം എന്നോട് പറഞ്ഞു ഐ ലവ് യു അച്ചു എന്നാണ്. അതിനുശേഷം എത്ര ഞാൻ കൊതിച്ചിട്ടുണ്ട് അവൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിലെന്ന്, ഒരു നോക്ക് കണ്ടെങ്കിലെന്ന്. എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൗതം. ഐ മിസ് യു. ഐ വിഷ് യു ടു സീ യു സൂൺ. പാവച്ചു. ഞാൻ വിചാരിച്ച പോലെ അവൾ ഗൗതമിനെ ഓർത്തിരിക്കുവാണ്. അവൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സമയമായിട്ടില്ല. ഈ യാത്ര തീരും വരെ കാത്തിരുന്നേ മതിയാവും. ദേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? പറയാം. ഇങ്ങനെ ഷോകടിച്ച് പോവാതിരിക്കാനാ നിന്നെ ഒപ്പം കൂട്ടി. എന്താണെന്ന് പറയണം. ഇപ്പം പറ്റില്ല. അതെന്താ? ടൈം ആയിട്ടില്ല. ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. റൂം എടുത്ത് ഫ്രഷായി വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വണ്ടി ബൈക്ക് സ്റ്റാൻഡ് ക്ലബിന് മുമ്പിൽ നിർത്തി. അച്ചു പകച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ? ഇതാണ് ഞാൻ ബിസിനസ്സിന് ഇവിടെ വാങ്ങാൻ പോകുന്ന സ്ഥാപനം. വാ, അകത്തേക്ക് പോ. ബൈക്ക് സ്റ്റാൻഡിങ് നടക്കുന്നിടത്ത് എത്തി. പിള്ളേര് പൊളിക്കുന്നുണ്ട്. നോക്കടി, എന്ത് പെർഫോമൻസ് ആണെന്ന്. നിനക്ക് പറ്റുമോ ഇതുപോലെ? ഇല്ല. നിന്റെ അഭ്യാസങ്ങൾ വെച്ച് അറിയേണ്ടതാണല്ലോ. ഒന്ന് പോടാ. അവനവിടെ വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ പ്രാണൻ പിടഞ്ഞു. ആദ്യമായി എൻ്റെ പെർഫോമൻസ് കണ്ട് കണ്ണെടുക്കാതെ നോക്കുന്ന ഗൗതം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. വീണ്ടും എൻ്റെ കാലത്തിലേക്ക് ബൈക്ക് റൈഡ് പോകും പോലെ. ഇവിടെ സ്റ്റണ്ടിങ് നടത്തുന്ന പീക്കിരി പിള്ളേരെ കണ്ടിട്ട് വിച്ചു പറയാം എന്ത് പെർഫോമൻസ് ആണെന്ന്. എൻ്റെ ഗൗതമിനെ പോലെ ഒരുത്തിനുണ്ടായിട്ടില്ല. ഒരു കാലത്ത് എൻ്റെ പാഷനായിരുന്നു ഈ സ്റ്റണ്ടിങ് എന്ന് അറിയാമോ എന്ന് ഈ പൊട്ടൻ ചോദിച്ചപ്പോൾ ചിരി വന്നു. ഈ പറയണം അവനോട് എല്ലാം. ആ പറഞ്ഞാൽ മതി. റൂമിലെത്തിയിട്ടും ഗൗതമിനെ പറ്റി തന്നെയായിരുന്നു എൻ്റെ ചിന്ത. വിച്ചു നല്ല ഉറക്കമായി. അവൻ്റെ സാമീപ്യത്തിൽ ഗൗത അടുത്തുള്ള പോലെയാണ്. ഏറെ നാളുകൾക്ക് ശേഷം നഷ്ടപ്പെട്ട തൻ്റെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന ഇവനാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാശുണ്ടാക്കി സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. പക്ഷേ അവൻ ഒരിക്കൽ പോലും ബൈക്ക് സ്റ്റണ്ടിങ് പാഷനുള്ളതായി പറഞ്ഞു പോലും കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ ഇത് വാങ്ങുന്നത്? അങ്ങനെ ഓരോന്നോർത്ത് ഉറങ്ങിപ്പോയി. വാതിലാരോ തുറക്കുന്ന പോലെ തോന്നി കണ്ണു തുറന്നു. ഒരു രൂപം തന്നെ നേരെ നടന്നു വരുന്ന പോലെ. സ്വപ്നമായിരിക്കുമെന്ന് കണ്ണൊന്നുകൂടി തിരുമ്മി തുറന്നു. അല്ല, എന്തോ എൻ്റെ നേരെ വരുന്നുണ്ട്. എന്തെങ്കിലും പ്രതികരിക്കും മുമ്പ് തന്നെ അത് തൻ്റെ വായും കണ്ണും തുണി കൊണ്ട് മൂടിക്കെട്ടി. കൈയും കാലും കെട്ടി തൂക്കിയെടുത്ത് തോളിലിട്ടു. ഈശ്വര, ഒന്ന് ബഹളം വയ്ക്കാൻ പോലും ആവുന്നില്ലല്ലോ. വിഷ്ണു എന്ന് ഉറക്കെ വിളിക്കാൻ നോക്കി. എവിടെ? നടക്കുന്നില്ല. അയാൾ മുറുകെ പിടിച്ചിരിക്കുന്നു. ആരാണെന്ന് പോലും മനസ്സിലായില്ല. കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? അതോ ഇനി വേറെ വല്ലതിനും? കൈയും കാലും തളരുന്നു. യെസ്, ഐ ആം ഗോയിങ് ടു ഡൈ. തന്നെ ഒരു വണ്ടിയുടെ പുറകിലിട്ടു. രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇതെൻ്റെ അവസാനമായിരിക്കും. പാവ അച്ഛൻ. എനിക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ആ പാവത്തിനൊരു നോക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ. അതുവരെയുള്ള ഓരോ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. ഗൗതം, അവനൊന്ന് കാണാൻ പോലും സാധിച്ചില്ല. വണ്ടി അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ കുണ്ടും കുഴിയൊക്കെ ചാടുന്നുണ്ട്. കൈയുടെ കെട്ട് അഴിക്കാൻ നോക്കുന്തോറും മുറുകി വരുന്നു. തന്നെ പീഡിപ്പിച്ച് കൊല്ലാൻ പോവുകയാണ്. അവളുടെ ഭയം കൂടി വന്നു. എവിടെയോ വണ്ടി ചെന്ന് നിന്നു. അവരവളെ പുറത്തേക്ക് ഇറക്കി. കാലുകളുടെ കെട്ടഴിച്ചു. കൈയും അഴിച്ചു. അവൾ വേഗം വായിലെ കെട്ടഴിച്ചു. കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോഴേക്കും അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. ചുറ്റും നോക്കിയപ്പോൾ ആ കാട്, അതേ സ്ഥലം, അരുവി, വലിയ മരം, ഏറുമാടം. ഗൗതം, ഗൗതം! അവൾ അലറി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുറ്റിനോടി. ഗൗതം! ഏറുമാടത്തിൽ കയറി. അതിനകത്ത് വേറെ ആരുമില്ല. കത്തിച്ച മെഴുകുതിരി വെച്ച ഒരു കേക്ക്, ഒരു ബർത്ത്ഡേ കാർഡ് അതിനടുത്ത്. അതിലെഴുതിയിരിക്കുന്നു ഐ ലവ് യു അച്ചു എന്ന്. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു. സന്തോഷമോ സങ്കടമോ അറിയില്ല. ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി. താഴേക്ക് ഇറങ്ങി. ബുള്ളറ്റ് അവിടെ അടുത്തു വന്ന് നിന്നു. അതിലിരിക്കുന്ന ആൾ താഴെ ഇറങ്ങി അവിടെ അരികിലേക്ക് ചെന്ന് ജാക്കറ്റ് തുറന്നു ഒരു റോസാപ്പൂ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി. അയാൾ മുഖത്ത് പകുതി മറിച്ച ടവലൂരി. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഷ്ണു, നീ അപ്പൊ ഗൗതം? എൻ്റെ ഗൗതം എവിടെ? നിനക്കറിയാം, നിനക്കെല്ലാം അറിയാം. പറ, എവിടെ എൻ്റെ ഗൗതം? പറയൂ. ഐ വാണ്ട് ടു സീ ഹിം, പ്ലീസ്, പ്ലീസ്. അച്ചു, പ്ലീസ് കാം ഡൗൺ. നീ പറഞ്ഞു ശരിയാണ്. എനിക്കെല്ലാം അറിയാം. നിന്നെ പറ്റി, നിന്റെ ഗൗതമിനെ പറ്റി, നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി എല്ലാം അറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് നിനക്കറിയില്ല. നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണം, അതിനോട് പൊരുത്തപ്പെടണം. നീ ഏറെ സ്നേഹിക്കുന്ന ഗൗതം അവൻ ഇന്ന് ഈ ഭൂമിയിലില്ല. അത് കേട്ടത് അവൾ താഴോട്ട് വീണ് ഒരുമിച്ചായിരുന്നു. അവൻ അവളെ നിലംപതിക്ക് മുമ്പ് കയ്യിൽ താങ്ങിയെടുത്ത് സുരക്ഷിതമായ ഒരിടത്ത് കിടത്തി. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തെളിച്ചു. അവൾ കണ്ണു തുറന്നു. ബോധം വന്ന് അലറി കരഞ്ഞു. ഇല്ല വിച്ചു, ഞാൻ വിശ്വസിക്കില്ല. അവൻ കോമയിലായിരുന്നു. എവിടെ അവൻ ജീവിച്ചിരിപ്പുണ്ട്. പലപ്പോഴും ഞാൻ അവനെ നെഞ്ചി കിടക്കുന്ന ആ ഹൃദയം ഇടിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, കേൾക്കാറുണ്ട്. അതാണ് എനിക്ക് തരുന്ന പ്രതീക്ഷ. ഞാൻ വിശ്വസിക്കില്ല.
ജീവച്ചവായിട്ടാണെങ്കിലും എനിക്കവർ വേണം. നീ വിശ്വസിച്ചേ പറ്റൂ അച്ചു. അവൻ ഈ ലോകത്തുനിന്ന് പോയി 3 വർഷം കഴിഞ്ഞു. അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ അവൻ്റെ അച്ഛൻ അവനെ കൊണ്ടുപോയി. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന മറുപടിയായിരുന്നു എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. അതിനുശേഷം അധികം വൈകാതെ അവൻ പോയി. പച്ചക്കള്ളം എന്ന് പറഞ്ഞവൾ കരഞ്ഞു. വിഷ്ണു അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവളുടെ സങ്കടം അവൻ്റെ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങി. പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് അകന്നു മാറി. വിച്ചു, നീ ആരാ? നിനക്ക് എങ്ങനെ അറിയാം? എല്ലാം പറയും. അവൻ അവളെ വീണ്ടും നെഞ്ചിലേക്ക് അടുപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഗൗതം ഭൂമിയിലില്ലെന്ന് മാത്രമാണ്. അവൻ മരിക്കണമെങ്കിൽ വിഷ്ണു ചാവണം അതിന്. അവൾ ഞെട്ടിത്തരിച്ച് അവനെ നോക്കി. അവൻ തുടർന്നു. ഗൗതം ജീവിക്കുന്നുണ്ട് എന്നിലൂടെ, എൻ്റെ ഉള്ളിലെ ഹൃദയത്തിലൂടെ. അവൻ എനിക്ക് തന്ന ദാനമാണ് ഈ ജീവിതം. ഹൃദയം മാറ്റിവെക്കുകയല്ലാതെ എനിക്കിനി ഒരു ലൈഫ് ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. മരണത്തെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. അപ്പോഴാണ് ഗൗതമ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. ഞങ്ങളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചു. അത് ചേരുന്നവയായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ സമ്മതപ്രകാരം അവൻ്റെ ഹൃദയം എനിക്ക് മാറ്റിവെച്ചു. സുഖപ്പെട്ടപ്പോൾ അവൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ ചെന്നു. അവൻ്റെ ലൈഫ് വ്യത്യസ്തമായിരുന്നു അവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. അവൻ്റെ ടീമായ റോയൽ റൈഡേഴ്സും ബാംഗ്ലൂരിൽ അവൻ്റെ ലൈഫുമെല്ലാം അവനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചറിയാൻ എന്നെ പ്രേരിപ്പിച്ചു. ശ്യാം, അജു എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ടു. ശ്യാമിലൂടെയാണ് നിന്നെപ്പറ്റി നിങ്ങളുടെ കഥകളും ഞാൻ അറിഞ്ഞു. നിന്നെ തിരക്കായിരുന്നു പിന്നെ എൻ്റെ യാത്ര, നിന്നോടെല്ലാം അറിയിക്കാൻ. പക്ഷേ നീ അപ്പോഴേക്കും മെൻ്റൽ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിലായി. പലതവണ നിന്നെ കണ്ടു, നിന്നെപ്പറ്റി കൂടുതൽ അറിഞ്ഞു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നിലെ ഹൃദയത്തിനോടും അത് ആഗ്രഹിച്ച് കാണും. നിന്നെ പഴയ പോലെ ആക്കിയെടുക്കാമെന്ന് നിൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. മറ്റാരെപ്പോലെയും അല്ല നീ. നിന്നോട് അടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ആദ്യം നിന്നോട് വഴക്കിട്ടോ അതിലൂടെ നിന്നോട് അടുത്ത്. നീ മാറി വരുന്ന ഞാൻ അറിഞ്ഞു. ഗൗതമിനെ സംഭവിച്ചത് നിന്നോട് പറയാൻ പലപ്പോഴും വിചാരിച്ചു, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം നിൻ്റെ ബാംഗ്ലൂർ ലൈഫ് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അജുവും ശ്യാമും എനിക്കൊപ്പം നിന്നു. അവളിപ്പോഴും അമ്പരം നിൽക്കുകയാണ്. അച്ചു, ഗൗതമിൻ്റെ പെണ്ണെന്നോ നിൻ്റെ അവസ്ഥയോട് തോന്നിയ സിമ്പതിയോ അല്ല. നിന്നെ അറിഞ്ഞാണ് ഞാൻ സ്നേഹിച്ചത്. നിനക്ക് എന്തെങ്കിലും എന്നെ സ്നേഹിക്കാൻ സാധിച്ചാൽ പ്ലീസ് കം ഫോർ എ റൈഡ് വിത്ത് മീ. വർഷങ്ങൾ കൊഴിഞ്ഞു. സ്റ്റെൻഡിങ് കോമ്പറ്റീഷൻ തകർക്കുന്നു. ബൈക്കിലൊരു പെണ്ണ് ചീറിപ്പാഞ്ഞൊന്ന് കുറേ അഭ്യാസങ്ങൾ കാഴ്ചവെച്ചു. ദി വിന്നർ ഈസ് മിസ്സിസ് അശ്വതി വിഷ്ണു പ്രസാദ്. സദസ്സിൽ അവൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കൈയടിക്കുന്നു ഗൗതം. അവൾ കപ്പുമായി അവൻ അരികിലേക്ക് ചെന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അമ്മ, യു ആർ ഓസം, ഐ ലവ് യു അമ്മ. വിഷ്ണുവിൻ്റെ മടിയിൽ നിന്ന് അവൻ അവളോട് പറഞ്ഞു. അവൾ അവൻ്റെ കുഞ്ഞിക്കൈയിൽ കപ്പ് കൊടുത്തു. ദിസ് ഈസ് ഫോർ യു മൈ സൺ. അപ്പോൾ എനിക്കോ? വിഷ്ണുവാണ്. വി വിൽ ഗോ ഫോർ എ റൈഡ് ടു നൈറ്റ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.